ഇച്ചായൻ? അവന്റെ കാലുകൾ അവൾക്കരികിലേക്ക് വേഗത്തിൽ ചലിച്ചു. തൊട്ടു മുമ്പിൽ അവന്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും തലയുർത്താൻ മടിച്ചെന്ന് അവളെ അവൻ അലിവോടെ നോക്കി. വേദു. ഇറുക്കിയടച്ച കണ്ണുകളിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി. വേദു, മോളെ ഒന്ന് നോക്കണം. മോളുടെ ഇച്ചായനാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കർത്താവ്, ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു നിമിഷം. ഇപ്പോ ഒരുപാട് സന്തോഷം തോന്നാ. ഒന്ന് കാണാൻ പറ്റിയല്ലോ. അവൻ അവളുടെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ അമ്പരപ്പായിരുന്നു. ഞൊടിയുടെ അവൻ കൈകൾ പിൻവലിച്ച് പുറകിലേക്ക് മാറി. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ സോറി, വാ ഇരിക്കും. അവളിൽ നിന്ന് വിട്ടതുകൊണ്ട് പരിഭ്രമത്തോടെ അവൻ പറഞ്ഞു. ടേബിളിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ കുടിച്ചവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അവളുടെ കണ്ണിലെ ഭാവം ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നവൾ. ഒരു വേള അവന്റെ നോട്ടം അവളുടെ ഒഴിഞ്ഞ നെറ്റിയിലേക്ക് പോയി. സംശയത്തോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി. വിചാരിച്ചത് കാണാതെയായപ്പോൾ അവൻ കണ്ണുകളിൽ സംശയം നിറച്ച് അവളെ നോക്കി. നന്ദൻ? അവനിൽ നിന്ന് ആ ഒരു ചോദ്യം പ്രതീക്ഷിച്ച പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനില്ലെന്ന പോലെ അവൾ തലയുയർത്താൻ മടിച്ചു. വേദു, ഞാൻ ചോദിച്ചേ കേട്ടില്ലേ? നന്ദൻ എവിടെയാ? നാട്ടിലാണ്? അവൻ നിന്റെ കൂടെ ഉണ്ടോ? അറിയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കിനോട് പരിഭവം ഉണ്ടാവും. നിങ്ങളുടെ കല്യാണത്തിന് പോലും ഞാൻ വന്നില്ലല്ലോ. ജനിച്ച അന്ന് മുതൽ ഒരേ മനസ്സായി നടന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസത്തിൽ ഞാൻ ഓടി വിളിച്ചു. അറിയാലോ അന്നത്തെ സാഹചര്യം. അവൻ ക്ഷമാപണം എന്ന പോലെ പറഞ്ഞു. കേട്ടതിന്റെ ഞെട്ടലിൽ അവിശ്വസനീയതയോടെ അവൾ അവനെ നോക്കി. അവളുടെ മുഖത്ത് കണ്ട ഭാവം അവനു മനസ്സിലായില്ല. തന്റെ മുമ്പിലിരിക്കുന്ന പണ്ട് കുറുമ്പ് കാണിച്ച് തന്റെ കയ്യിൽ തൂങ്ങി നടന്ന വേദു അല്ലെന്ന് അവന് തോന്നി. ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച അവളുടെ മിഴികളിൽ ഇന്ന് നിർവികാരത മാത്രമാണ്. രാവും പകലുമില്ലാതെ കൂടെ നടന്ന വ്യക്തികൾ ഇന്ന് തീർത്തും അപരിചിതരായെന്ന് അവന് തോന്നി. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. മൗനത്തെ മുറിച്ചുകൊണ്ട് അവൻ തന്നെ ചോദിച്ചു. നന്ദേട്ടൻ ഇവിടെ ഇല്ല, നാട്ടില. ഇവിടെ ഞാൻ ഒറ്റക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചല്ല. പതരാതെ പറഞ്ഞൊപ്പിക്കാൻ അവൾ കഷ്ടപ്പെട്ടിരുന്നു. കാര്യം മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ള പോലെ അവന് തോന്നി. ഒരു ചെറിയ കാര്യം പോലും തന്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞിരുന്ന വേദു അല്ലത് എന്ന് അവന് തോന്നി. 3 വർഷത്തിലധികമായുള്ള അകൽച്ച ശരിക്കും തങ്ങളുടെ ബന്ധത്തിൽ വിള്ളലേൽപ്പിച്ചിരുന്നതായി അവന് തോന്നി. വേദലക്ഷ്മി എന്ന പേര് വായിച്ചപ്പോഴും ഒരിക്കലും നീയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ എന്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്. നീയാണെങ്കിൽ എനിക്ക് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല വേദു. മൺഡേ മുതൽ വന്നോളൂ. കൂടുതലൊന്നും ചോദിക്കാമെന്ന് പറഞ്ഞു. ഒരു നിമിഷം അവൾ ആലോചിച്ചു. ഈ ജോലി ഇപ്പോൾ അത്യാവശ്യമാണ്. പക്ഷെ ഇച്ചായന്റെ കൂടെ എത്ര കാലം എല്ലാം മറച്ചു വെച്ച് തനിക്ക് അഭിനയിക്കാൻ പറ്റും? ഈ ജോലി ഉപേക്ഷിച്ചാൽ വേറൊന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മോളുടെ കാര്യം നോക്കാൻ ഇത് കൂടിയേ തീരും. തൽക്കാലം ഇവിടുന്ന് പോകണമെന്ന് കരുതി അവൾ തലകുലിക്ക് സമ്മതിച്ചു. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഇട കൊടുക്കാതെ അവൾ ധൃതിയിൽ ഇറങ്ങി നടന്നു. പുറകിൽ നിന്ന് ഉയർന്ന അവരെ വിളി കേൾക്കാത്ത പോലെ അവൾ വാതിൽ കടന്നുപോയി. പക്ഷേ എത്ര നാൾ വീണ്ടും ആ മുമ്പിൽ ചെന്ന് നിന്നാൽ ഇത്രയും കാലം കരുതി വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുമെന്ന് അവൾക്ക് തോന്നി. സാരിയുടെ ഉള്ളിൽ കിടന്നിരുന്ന കുരിശുമാലയിൽ അമർത്തിപ്പിടിച്ച് കലുഷിതമായ മനസ്സോടെ അവൾ നടന്നു. ഇതേ സമയം ഡെന്നിയും ചിന്തയിലായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾക്കുള്ളതായി അവന് മനസ്സിലായി. കയ്യെത്തും ദൂരത്തെത്തിയിട്ടും അവൾ തന്നിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന് അവന് തോന്നി. അസ്വസ്ഥമായ മനസ്സോടെ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ധാവണിയൊടുത്ത് കണ്ണുകളിൽ കുസൃതി ഒളിപ്പിച്ച് തന്റെ നേർക്ക് ഓടിവരുന്ന ലച്ചുവിനെ ഓർത്തുകൊണ്ട് അവന്റെ കൺകോണിൽ നിന്നും മിഴിനീരൊഴുകി. അപ്പോഴും അവന് ചുറ്റും അവളുടെ ഇച്ഛായ എന്നുള്ള വിളി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ഫ്ളാറ്റിന്റെ ഡോർ തുറന്ന് അകത്ത് കയറി ലച്ചു സോഫയിൽ നിന്ന് കിതച്ച്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ അവളുടെ മനസ്സുഴറി. ഇനിയും ഒരു പക്ഷേ ഇച്ഛായന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ ഇത്രയും കാലം മറച്ചു വെച്ചെല്ലാം പുറത്തു വരും. അത് തന്റെ മാത്രമല്ല, എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കയ്യിലിരുന്ന ബാഗ് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് ടേബിളിൽ നിന്ന് ജഗ്ഗിൽ നിന്ന് അവൾ വെള്ളമെടുത്ത് കുടിച്ചു. എത്ര കുടിച്ചിട്ടും പരവേശം കെട്ടടങ്ങാത്ത പോലെ തോന്നി അവൾക്ക്. തലയും താങ്ങി അവളുടെ ചെയറിൽ ഇരുന്നപ്പോഴാണ് മിഴിമോളയും എടുത്തുകൊണ്ട് മായ വന്നു. ലച്ചുവിനെ കണ്ട മിഴി പിണക്കത്തോടെ തലതിരിച്ചു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൾ. ആ മോളെത്തിയോ? ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിലേക്കൊന്ന് പോയതാ. അവിടെ പുതിയ താമസക്കാർ വന്നു. എനിക്ക് മിണ്ടാനും പറയാനൊരു കൂട്ടായി. ഒരു പാവ സ്ത്രീയാ. ഒരുപാട് സംസാരിക്കും. ചുരുങ്ങിയ നേരം കൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. പ്രഭയായിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ മോളൂട്ടിയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോയി. അവർ വാത്തോരാതെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. മറുപടി ഒന്നും കിട്ടാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കണ്ടത് എന്തോ ആലോചിച്ച് ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന ലച്ചുവിനെയാണ്. നീ ഇത് ഏത് ലോകത്താ പെണ്ണെ? ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു. എന്താ അമ്മേ? ഞാൻ കേട്ടില്ല. പെട്ടെന്ന് ഞെട്ടിയ പോലെ അവൾ പറഞ്ഞു. എന്താ പറ്റിയെന്ന് എനിക്ക്? സുഖല്ലേ? പനിയുണ്ടോ? അവിടെ ചുവന്ന മുഖം കണ്ട് ആകുലതയോടെ അവർ ചോദിച്ചു. അത് കേട്ട് മിഴി പിണക്കൊക്കെ മറന്ന് മായയുടെ കയ്യിൽ നിന്നിറങ്ങി ലച്ചുവിന്റെ മടിയിൽ കയറിയിരുന്ന് മായ ചെയ്ത പോലെ നെറ്റിയിലെല്ലാം കൈവച്ച് നോക്കി. ആ കുഞ്ഞിക്കൈകളുടെ തണുപ്പ് ശരീരത്തിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ ലച്ചു മോളെ തന്നെ ഉറ്റുനോക്കി.
അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ലച്ചുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് മിഴിമോളുടെ മുഖം വാടി. അമ്മേ, അമ്മ എന്തിനാ കരയണ്? ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മേനോട് എനിക്കൊരു പിണക്കമില്ല. സത്യം. മീ പിണങ്ങിയ കാരനാണോ അമ്മ കരഞ്ഞത്? അമ്മ എന്നോട് പിണക്കാണോ? താൻ മിണ്ടാത്താണ് ലച്ചുവിന്റെ കണ്ണു നിറഞ്ഞുള്ള കാരണമെന്ന് കരുതി വിതുമ്പരോട് മിഴി ചോദിച്ചു. ഏയ്, അമ്മയുടെ കണ്ണിനെന്തിനെ വിഷമിക്കുന്നത്? അമ്മക്ക് തലവേദന എടുത്തിട്ടാ കണ്ണു നിറഞ്ഞ്. അമ്മയുടെ മോളോട് അമ്മ പിണങ്ങിയില്ലല്ലോ. ആ കുഞ്ഞു മുഖം കൈകളിൽ കോരിയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മിഴി സന്തോഷത്തോടെ അവളുടെ മാറിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. ലച്ചു അവളെ പൊതിഞ്ഞു പിടിച്ചു. മനസ്സിലെ കാർമേഘങ്ങളെല്ലാം മോളുടെ മുഖം കണ്ടാൽ തെളിയുന്നവൾ ഒരു അത്ഭുതത്തോടെ വീക്ഷിച്ചു. കഴിഞ്ഞോ അമ്മയുടെ മോളുടെ പിണക്കെല്ലാം? ഈ കാന്താരി ഇവിടെ കിടന്ന അംഗപ്പുറപ്പാട് എടുത്തപ്പോൾ ഞാൻ കരുതി ഇത് കുറച്ചാളത്തേക്ക് ഉള്ളതാണെന്ന്. എവിടെ? അമ്മയുടെ മുഖം ഒന്ന് വാടി അവിടെ തീരും ഈ കാന്താരിയുടെ പിണക്കം. അമ്മക്കും തിരിച്ച് അങ്ങനെ തന്നെ. ഇതാ ഞാൻ ഇടപെടാത്ത. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടാവും. ഞാനും എന്റെ പ്രവേട്ടനും പുറത്തു. മായ ചിരിയോടെ പറഞ്ഞു. അമ്മൂമ്മ എന്തിനാ ഈ ലച്ചുവിന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? ഞങ്ങളുടെ പിണക്കം മാറ്റി ഞങ്ങൾക്ക് അറിയാം, അല്ലേ ലച്ചു? മായയോട് ഗൗരവത്തിൽ പറഞ്ഞിട്ട് ശരിയല്ല എന്നുള്ള രീതിയിൽ ലച്ചുവിനെ നോക്കി. അവളുടെ ആ കുഞ്ഞുമുഖത്തെ ഇല്ലാത്ത കപട ഗൗരവം കണ്ട് ലച്ചു ചിരിയോടെ തലയാട്ടി സമ്മതിച്ചു. മായയും ചിരി കടിച്ചു പിടിച്ച് അവളൊന്ന് മൂപ്പിക്കാൻ തീരുമാനിച്ചു. ഓ പിന്നെ, ഒരമ്മയും മോള് വന്നേക്കാണ്. എന്റെ മോളായിട്ടാ അവള് നിന്റെ അമ്മയായത് കേട്ടോടി. അതുകൊണ്ടേ നിന്നെക്കാൾ അവകാശം എനിക്കാ. എന്റെ ലച്ചുമോളാ, അവർ വാശിയോടെ പറഞ്ഞു. അതുവരെ സമാധാനത്തിന്റെ പാതിൽ നിന്നിരുന്ന മിഴി ഈ ഒരൊറ്റ ഡയലോഗിൽ വയലന്റായി. ലച്ചുവിന്റെ മടിയിൽ നിന്ന് ടേബിളിലേക്ക് തത്തിപ്പൊത്തി കയറി എഴുന്നേറ്റ് അരയിൽ 2 കൈയും കുത്തി മായെ തുറുപ്പിച്ച് നോക്കി. കൊച്ചിന് നേർക്ക് നേർന്ന് സംസാരിച്ചാണ് ശീലം. അതുകൊണ്ടാണ്. ഞാൻ അമ്മൂമ്മയത് കുറെ പ്രാവശ്യം പറഞ്ഞതാ എന്റെ ലച്ചുവാനെന്ന്. പിന്നെ എന്തിനാ എന്നോട് തല്ലൂതാൻ വരുന്നത്? അമ്മൂമ്മക്ക് ഞാനാവില്ലേ കുഞ്ഞിപ്പിള്ളൊരു വായിക്കുതാൻ? വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തുള്ള അവൾ പറഞ്ഞു. പിന്നെ നീ പറഞ്ഞാൽ നിന്റെ ആവില്ല, എന്റെ മോളാ. കാര്യം നടക്കാൻ അമ്മയെന്ന് വിളിക്കും, അത് കഴിഞ്ഞാൽ ലച്ചു എന്ന് വിളിക്കും. നിന്റെ കുറുമ്പൊക്കെ എന്റെ മോളായതുകൊണ്ട് ക്ഷമിക്കുക. അവളെ കൂടുതൽ വാശി കെട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. ആ അമ്മൂമ്മ ശയിക്കണ്ട, എന്റെ ലച്ചു ശയിച്ചോളും. അമ്മൂമ്മ പെബേറ്റന്റെ കാര്യം നോക്കിയാൽ മതിറ്റാ. എന്റെ കാര്യം നോക്കാൻ എന്റെ ലച്ചുണ്ട്. മുഖം ഇപ്പോൾ പൊട്ടുമെന്നുള്ള രീതി അവൾ പറഞ്ഞു. ഇനി ഇടപെടലിൽ ശരിയാവില്ലെന്ന രീതിയിലായപ്പോൾ ലച്ചു എഴുന്നേറ്റു. മതി, രണ്ടിന്റെ അഭിനയിക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കേണ്ട. എന്റെ മുമ്പിൽ കീരിയും പാമ്പും അല്ലെങ്കിൽ അടയും ചക്കരയും. ഇതിപ്പോ എന്റെ മുഖം എന്ന് മാറിയപ്പോ രണ്ടും കൂടി തുടങ്ങിയല്ലേ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയി. പോരെ, ഇനി നിർത്തിക്കോ. ഈ നിലക്കാണ് രണ്ടിന്റെ അഭിനയെങ്കിൽ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് രണ്ടെണ്ണം ഈ വീട്ടിലിരിക്കും. തൽക്കാലം ബാലതാരവും വാർദ്ധക്യതാരവും ചെല്ല്, ഞാൻ ഡ്രസ്സ് മാറട്ടെ. അവർ നോക്കി പുച്ഛിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. സംഗതി കയ്യിൽ നിന്ന് പോയപ്പോൾ രണ്ടുപേരുടെയും മുഖത്തൊരു പുളിച്ച ചിരി വിടർന്നു. ലച്ചുവിന് അത് കണ്ട് ചിരി വന്നെങ്കിലും അത് കടിച്ചു പിടിച്ച് മുറിയിലേക്ക് പോയി. ലച്ചു പോയപ്പോൾ അവർ രണ്ടും പരസ്പരം നോക്കി. ഈ അമ്മൂമ്മയുടെ പൊത്ത അഭിനയക്കാരനാ ലച്ചുവിന് മനസ്സിലായേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവരാക്കിയിരുന്ന്. ആരങ്ങോട്ട് ഈ വയസ്സാവിധ കൂടെ അഭിനയിക്കണമെന്ന് ഞാൻ നിർത്തി. മായയെ തള്ളി മാറ്റി ടേബിളിൽ നിന്നിറങ്ങി ലച്ചുവിന് പുറകെ കിടന്നോണ്ട് മിഴി പറഞ്ഞു. നീ പൊടി, വയസ്സായത് നിന്റെ അമ്മക്ക്, ഞാൻ ഇപ്പോഴും സ്റ്റിൽ യങ്ങാ. സാരി ഒന്നുകൂടി പിടിച്ചിട്ട് മുടി ഒതുക്കിക്കൊണ്ട് അവർ പറഞ്ഞു. അത് കേട്ട് നടന്നുകൊണ്ടിരുന്ന മിഴിയൊന്ന് നിന്നു തിരിഞ്ഞ് അവർക്കരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുതിയ ബാഗും ഡ്രസ്സും വാങ്ങി സ്കൂളിൽ വിടാൻ പെബേട്ടന് പറയാട്ടോ. മായയുടെ പെട്ടിക്കുള്ള അവസാനം ആണിയടിച്ച് മിഴി സ്ലോ മോഷനിൽ നടന്നു. അടക്കാകുരുവിയുടെ വലിപ്പം പോലും ഇല്ല. വായെന്ന് വരുന്ന കേട്ടാലോ കാന്താരി. കുലുങ്ങി കുലുങ്ങി നടക്കുന്ന മിഴിമോളെ നോക്കി മായ ഒരു ചിരിയോടെ കിച്ചണിലേക്ക് നടന്നു. ലച്ചു പോയിട്ടും അസ്വസ്ഥമായ മനസ്സോടെ ഡെന്നി ക്യാബിനിലിരുന്നു. ഇനിയും ഇരുന്നാൽ തനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് തോന്നി അവൻ വീട്ടിലേക്ക് ഇറങ്ങി. അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ച് അവൻ പാർക്കിങ്ങിലേക്ക് നടന്നു. ഡ്രൈവ് ചെയ്യുമ്പോഴും അവന്റെ ചിന്ത ലച്ചുവിലായിരുന്നു. അവളുടെ ഒഴിഞ്ഞ നെറ്റിത്തടവും തിളക്കം നഷ്ടപ്പെട്ട ആ കണ്ണുകളും അവന്റെ ഉള്ളിനെ പുകച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അത് താൻ അറിയാതിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒളിച്ചുകളി. ഓർമ്മ വെച്ച കാലം മുതൽ തന്റെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന പെണ്ണാണ് ഇന്ന് അന്യനെ പോലെ പെരുമാറിയത്. അതിനൊരു പരിധിവരെ കാരണക്കാരൻ താനാണെന്ന് ഓർത്തപ്പോൾ അവന്റെ ഉള്ളിൽ നേറി. സ്വന്തം സ്വാർത്ഥം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഓടി ഒളിച്ചു. അവളിൽ നിന്ന് തങ്ങളുടെ സൗഹൃദത്തിൽ നിന്നും പിന്നെ എല്ലാത്തിൽ നിന്നും. ഓർമ്മകളുടെ കുത്തൊഴുകിൽപ്പെട്ട് ഫ്ലാറ്റ് എത്തി അവൻ അറിഞ്ഞില്ല. കാറ് പാർക്ക് ചെയ്ത് കുറച്ചേരം സ്റ്റെയറിംഗിൽ തലവെച്ച് കിടന്നു. ഒന്ന് ഓക്കെയായെന്ന് തോന്നിയപ്പോൾ ലാപ്പടങ്ങിയ ബാഗ് എടുത്ത് ഇറങ്ങി നടന്നു. തന്റെ മുഖമൊന്ന് വാടിയാൽ ട്രീസ കൊച്ചിന് മനസ്സിലാവുന്നവൻ അറിയാം. ഒരു പുഞ്ചിരി മുഖത്ത് വാരി തേച്ചുകൊണ്ട് അവൻ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു. ബാത്റൂമിലെ പൈപ്പിൽ നിന്ന് ശക്തിയിൽ വെള്ളമൊഴിച്ച് മുഖം കഴുകുമ്പോഴും ലച്ചുവിന്റെ ചിന്ത പലതവണ ഡെന്നീസിലേക്ക് പോയി. സുഖമുള്ളതും അതിനിരട്ടി വേദനയുള്ളതുമായ ഒരു നോവ് നെഞ്ചിൽ നിറയുന്ന അവൾ അറിഞ്ഞു. ഓർമ്മകൾക്ക് പ്രവേശിക്കാൻ ഒരിടം കൊടുക്കാതെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവൾ മുഖത്തേക്ക് ഒഴിച്ചു. ടവലിൽ മുഖമൊപ്പി പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു കയ്യിലൊരു വിക്സ് കുപ്പിയുമായി കട്ടിലിരിക്കുന്ന മിഴിമോളെ. ഈ വരവ് അവൾ പ്രതീക്ഷിച്ചിരുന്നാണ്.
അല്ലെങ്കിലും തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവൾ തന്റെ അമ്മയാവുമെന്ന് ലച്ചുവിന് നന്നായിട്ട് അറിയാം. വാ ഇവിടിരിക്ക്, ഇത് തേച്ചാ പെട്ടെന്ന് തലവേദന മാറൂട്ടോ. ലച്ചു ഇവിടിരിക്ക്, ഞാൻ തേച്ചിരാ. നിർബന്ധപൂർവ്വം അവളെ ബെഡിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് മിഴി പറഞ്ഞു. എതിർക്കാതെ ലച്ചു ബെഡിൽ കിടന്നു. ആ കുഞ്ഞിക്കൈയിൽ കൊള്ളാവുന്ന വാരി തേക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഊതി കൊടുത്തുകൊണ്ട് ഇപ്പൊ മാറൂട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ലച്ചു അതെല്ലാം ആസ്വദിച്ച് കിടന്നു. ഇടയ്ക്ക് വേദന മാറിയെന്നറിയാൻ പ്രതീക്ഷയോടെ ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കും. കുറെ ആയപ്പോൾ ലച്ചു അവിടെ കുഞ്ഞിക്കൈയിൽ പിടിച്ച് മുത്തമിട്ടു. അമ്മയുടെ മോളുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാ വേദനയും പോയി. അവൾ എഴുന്നേറ്റിരുന്നോട് പറഞ്ഞു. ശരിക്കും? ആ കുഞ്ഞിക്കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഒരു വേള ആ വിടർന്ന കണ്ണുകൾ അവളെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൾ മിഴിമോളെ നോക്കി. ശരിക്കും ഇപ്പൊ എല്ലാ വേദനയും മാറി. മിഴിമോൾക്ക് വലുതാകുമ്പോൾ ഡോക്ടറാവും. എത്ര പെട്ടെന്നാ വേദനയൊക്കെ മാറ്റണേ. ആ കുഞ്ഞിക്കണ്ണുകളിൽ അത്ഭുതം ഒപ്പിയെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അത് കേട്ട് മിഴി നാണത്തോടെ ചിരിച്ചു. ചിരിക്കുമ്പോൾ വിടരുന്ന ആ കണ്ണുകളിലും കവിളിലെ നുണക്കുഴിയിൽ ലച്ചു അമർത്തി ചുംബിച്ചു. തിരിച്ച് മിഴിയും ലച്ചുവിന്റെ കണ്ണുകളിൽ ചുംബിച്ചു. വാ അമ്മ കൈ കഴുകിത്തരാം, അല്ലെങ്കിൽ ഇത് കണ്ണിലൊക്കെ തേച്ച് അടുത്ത വിപ്ലവം ഉണ്ടാക്കും. അവൾ എടുക്കാൻ നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അപ്പോഴേക്ക് ലച്ചുവിനുള്ള ചായയുമായിട്ട് മായ എത്തി. എന്താണ് അമ്മയും മോളും കൂടി ഇവിടെ? സ്ഥിരം ചികിത്സ തന്നെ ആയിരിക്കും അല്ലേ? ടിവിയുടെ മുകളിൽ നിന്ന് വിക്സ് കുപ്പി എത്തിച്ചെടുക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇന്നിവിടെ ഒഴിച്ചിലായിരിക്കുന്നു. കഴിഞ്ഞോ? എന്നിട്ട് ചായ ലച്ചുവിന്റെ കയ്യിൽ കൊടുത്ത് മോളെടുത്തുകൊണ്ട് അവർ ചോദിച്ചു. അമ്മൂമ്മേ, ഞാൻ ലച്ചുവിന് മരുന്ന് തേച്ചു കൊടുത്തു. ലച്ചു പറഞ്ഞല്ലോ എന്റെ കയ്യിൽ മാജിക് ഉണ്ടെന്ന്. അമ്മൂമ്മക്ക് തേച്ചു തരട്ടെ? കയ്യിൽ ബാക്കിയുള്ള വിക്സ് അവരുടെ നെറ്റിയിൽ തേച്ചുകൊണ്ട് പറഞ്ഞു. അമ്മൂമ്മക്ക് വേണ്ടടാ പൊന്നൂസേ, അമ്മയുടെ ഉവാവ് മോ മാറ്റിയില്ലേ. വാ അമ്മൂമ്മ കൈ കഴിച്ചു തരാട്ടോ. അവളുടെ കവളിൽ മുത്തിക്കൊണ്ട് അവർ പറഞ്ഞു. മോളുടെ കൈ കഴിച്ച് മായ തിരിച്ചു വരുമ്പോൾ ചായ കയ്യിൽ പിടിച്ചെന്തോ ആലോചനയിലാണ് ലിച്ചു. പോയി വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ഇത് എവിടെയാ പെണ്ണെ? എന്താ ഇതിന് മാത്രം ആലോചിച്ചു കൂട്ടുന്നു? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ബെഡിലിരുന്നോട് അവർ ചോദിച്ചു. കുഴപ്പമില്ല അമ്മേ, അവർ വിളിക്കാന്ന് പറഞ്ഞു. കിട്ടുന്നു വലിയ പ്രതീക്ഷയില്ല. എന്തുകൊണ്ടോ അങ്ങനെ പറയാനാണ് അവൾക്ക് തോന്നിയത്. അതിനാണ് നീ ആലോചിച്ച തലവേദന വരുത്തി വെക്കുന്നത്. നിനക്കല്ലേ ജോലിക്ക് വേണം നിർബന്ധം. ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ നോക്കാം. നാളെ തന്നെ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അവർ നിസ്സാരമായി പറഞ്ഞു. അച്ഛനെന്തേ അമ്മേ കണ്ടില്ലല്ലോ? അവൾ വിഷയം മാറ്റാവുന്ന രീതിയിൽ ചോദിച്ചു. അങ്ങേരുടെ കാര്യം പറയാണ്ടിരിക്കുന്ന ആ ഭേദം. സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോയി എന്ന് പറഞ്ഞ് ക്ഷീണം മാറ്റാൻ കിടന്നുറങ്ങുന്നുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും മടി കൂടി കൂടി വരിക. അവർ പരാതി എന്നവർ പറഞ്ഞു. നാളെ മുതൽ ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചോളാം, അല്ലെങ്കിൽ കാർന്നവർക്ക് മടി ഇനിയും കൂടും. അതാ നല്ലത്. ഇത്തിരിയെങ്കിലും പേടിയുള്ളത് നിന്നെ. അങ്ങനെ കൊണ്ട് ഞാൻ തൂറ്റി കിടക്കുക. ഇനി നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. മോള് കുറച്ചേരം ഉറങ്ങിക്കോ, ആ തലവേദന പോട്ടെ. ഞാൻ മോളെയും കൊണ്ട് പൊക്കോളാം. അവൾ ഇവിടെ ഇരുന്നാൽ നിന്റെ ഉറക്കം നടക്കില്ല. ലച്ചുവിന്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് അവർ മറുകയിൽ മിഴിമോളയും പിടിച്ച് പുറത്തേക്ക് നടന്നു. നടക്കുമ്പോഴും മിഴി ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ലച്ചു അവൾ നോക്കി കണ്ണടച്ച് കാണിച്ചു. തിരിച്ച് മിഴിമോളും അവളെ നോക്കി കണ്ണിറുക്കി മായയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി.